ഇപ്പൊ ഇതെല്ലാം എനിക്ക് ഇരട്ടി പണിയാ. എന്തോ പറ്റി ചേച്ചി? എന്തിനാ അത്രയും ദേഷ്യം? ഇവിടെ നോക്ക്, വാഷിംഗ് മെഷീനിലിട്ട ഷർട്ട്സിന്റെ കോളറിലുള്ള അഴുക്ക് ഒട്ടും പോയില്ല. ആൻഡ് റിയാൻഷിന്റെ യൂണിഫോമിലാണെങ്കിൽ അഴുക്ക് ഒട്ടും ക്ലീൻ ആയില്ല. 23,000 വെച്ച് എന്റെ ജോലി കുറയ്ക്കാൻ വേണ്ടി മെഷീൻ മേടിച്ചു. പക്ഷെ ഇപ്പോ ഇതെല്ലാം എന്റെ കൈയും കൊണ്ട് കഴുകണം. വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോ നോക്കി മേടിച്ചില്ലേ? നോക്കിയാ മേടിച്ച്. പക്ഷെ അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടിൽ അമ്മ, രയാൻഷ്, അച്ഛൻ ഇവരെല്ലാം ഉള്ളത് കൊണ്ട് തികയുന്നില്ല. നീ മാത്രല്ല ചേച്ചി, വാഷിംഗ് മെഷീൻ മേടിക്കാൻ നേരം എല്ലാരും ഈ മിസ്റ്റേക്ക് തന്നെ ചെയ്യുന്നത്. വീട്ടിൽ 1-2 പേരെ ഉള്ളെന്ന് പറഞ്ഞ് ലോ കപ്പാസിറ്റി അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വരുന്ന മോഡലിന് പ്രിഫർ ചെയ്യും. പക്ഷെ വാഷിംഗ് മെഷീനെ ഒരു പ്രാവശ്യം മേടിച്ച അപ് ടു 10 ഇയേഴ്സ് വരെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രൈസ്, കപ്പാസിറ്റി ഇത് മാത്രമല്ലാതെ കുറെ തിങ്സിനെ കൺസിഡർ ചെയ്ത് മേടിക്കണം. വാ, ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വാഷിംഗ് മെഷീൻ മേടിക്കണമെങ്കിൽ നമ്മളിൽ പലരും കൺഫ്യൂസ് ആവാറുണ്ട്. ടോപ്പ് ലോഡ് വേണോ, ഫ്രണ്ട് ലോഡ് വേണോ, അത് 8 kgsോ 9 kgsോ, ഇനി ഏത് മോട്ടർ ടൈപ്പ് ഉള്ളത് മേടിക്കണോന്ന്. അതെല്ലാം ശരിയാ. ഇപ്പൊ ഞാൻ വാഷിംഗ് മെഷീൻ മേടിക്കണമെങ്കിൽ ആദ്യം എന്ത് നോക്കണം? കപ്പാസിറ്റി. നമ്മുടെ വീട്ടിൽ 5 to 6 മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് 8 to 9 kgs വാഷിംഗ് മെഷീൻ മതിയാവും. ഒരുപക്ഷെ 3 to 4 മെമ്പേഴ്സ് ഉള്ളെങ്കിൽ 7 to 8 kgs ഉള്ള വാഷിംഗ് മെഷീൻ മതിയാവും. അല്ല 1 or 2 മെമ്പേഴ്സ് ആണെങ്കിൽ 6 മതിയാവും. പക്ഷെ എന്റെ സജഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റിന് 1 or 2 kgs കൂടുതൽ മേടിക്കുന്നതാണ് നല്ലത്. അമ്മൂമ്മയുടെ വീട്ടിൽ കണ്ടോ, അവിടെ ആകെ 2 പേരെ ഉള്ളത് കൊണ്ട് അവർക്ക് 6 kgs ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തു. പക്ഷെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എന്തിനാ? ടോപ്പ് ലോഡിൽ ഡ്രം വെർട്ടിക്കൽ ഷേപ്പിലാണ് വരുന്നത്. സോ അമ്മൂമ്മയ്ക്ക് തുണി ഇടാനും എടുക്കാനും ഈസി ആയിട്ടിരിക്കും. അതുകൊണ്ട് ടോപ്പ് ലോഡ് മേടിച്ചു. നമുക്കാണെങ്കിൽ ഓയിൽ സ്റ്റെയിൻസ്, കറ ഇതെല്ലാം പോണെങ്കിൽ ആൻഡ് ബേബി ക്ലോത്ത്സിന് ഡിഫറെന്റ് മോഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ലോഡിൽ കൂടുതൽ ഓപ്ഷൻസ് കാണും. അപ്പൊ അതിന്റെ പ്രൈസ് ഒത്തിരി ആയിരിക്കും അല്ലേ? ടോപ്പ് ലോഡുമായിട്ട് കമ്പയർ ചെയ്താൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷെ ഇതിന്റെ വാഷ് ക്വാളിറ്റി നല്ലതാ. എന്താന്ന് വെച്ചാൽ ഇത് ക്ലോത്ത്സിനെ ടംബ്ലിംഗ് മോഷനിലാണ് വാഷ് ചെയ്യുന്നത്. ടംബ്ലിങ്ങോ? അതെന്താ? അപ്പൊ എങ്ങനെ പറയണം, നോർമലി ഡ്രമ്മിനകത്തുള്ള പെഡൽസ് യൂസ് ചെയ്ത് ക്ലോത്ത്സിനെ മേളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് പിന്നെ താഴോട്ട് ഡ്രോപ്പ് ചെയ്യും. എന്തോ കല്ലയിലിട്ട് അടിക്കുന്ന പോലെയാണോ? അങ്ങനെ തന്നെ. ഇത് കാരണം സ്റ്റെയിൻസ് പെട്ടെന്ന് ക്ലീൻ ആവും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ആയിട്ട് ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നവർക്ക്, അല്ല മുതിർന്നവരുണ്ടെങ്കിൽ, ഇനി ബഡ്ജറ്റിൽ നോക്കുവാണെങ്കിൽ ടോപ്പ് ലോഡിനെ പ്രിഫർ ചെയ്യാം. സാംസങ്, LG, IFB ബ്രാൻഡ്സിൽ ഈ ടോപ്പ് ലോഡ് മോഡൽസ് കൊള്ളാം. ഇൻ കേസ് നിങ്ങൾക്ക് ലോ വാട്ടർ പ്രഷർ പ്രോബ്ലം ഉണ്ടെങ്കിൽ വേർപൂൾ അല്ലെങ്കിൽ ഗോദ്രേജ് ബ്രാൻഡ്സിനെ പ്രിഫർ ചെയ്യാം. ഞാൻ ബ്രാൻഡ് വൈസ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ എനിക്കാണെങ്കിൽ ഫ്രണ്ട് ലോഡിൽ നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെന്ന് തോന്നി. വാഷിംഗ് ഓക്കെ, പിന്നെ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ആവണമെങ്കിൽ? ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ആവണമെങ്കിൽ ഹൈ RPM ഉള്ള മോഡൽസ് നോക്കണം. ഈ RPM എന്താ? RPM എന്ന് വെച്ചാൽ റെവല്യൂഷൻ പെർ മിനിറ്റ്. സപ്പോസ് നമ്മൾ 800 RPM ഉള്ളത് മേടിക്കാന്ന് വിചാരിച്ചോ, അത് ഒരു നിമിഷത്തിൽ തന്നെ 800 ടൈംസ് ഡ്രം സ്പീഡായിട്ട് കറങ്ങും. ഈ പ്രോസസ്സിൽ ക്ലോത്ത്സിലുള്ള മാക്സിമം വാട്ടർ പോവും. ആണ്. ഇന്ത്യൻ കണ്ടീഷൻസിൽ ഡെയിലി യൂസ് ചെയ്യാൻ എത്ര RPM ഉള്ള വാഷിംഗ് മെഷീൻ മേടിക്കണം? ഫ്രണ്ട് ലോഡിലാണെങ്കിൽ 1200 to 1400 RPM ഉള്ളത് മേടിക്കണം. ഇനി ടോപ്പ് ലോഡിലാണെങ്കിൽ 700 to 800 RPM ഉള്ളത് മതിയാവും. RPM ഹൈ ആണെങ്കിൽ മെഷീൻ ബെറ്റർ ആവുന്നൊന്നുമില്ല. നമ്മുടെ ഡ്രൈയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര RPM വേണമെന്ന് നോക്കി ചൂസ് ചെയ്യണം. അങ്ങനെ തന്നെ ടോപ്പ് ലോഡ് ആൻഡ് ഫ്രണ്ട് ലോഡിൽ ഡിഫറൻസ് എന്താന്ന് പറ. ശരി, ടോപ്പ് ലോഡിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 12K തൊട്ട് സ്റ്റാർട്ട് ആവും. പക്ഷെ ഫ്രണ്ട് ലോഡിൽ 25Kയിൽ തുടങ്ങി എബോവ് 1 lakh വരെ കാണും. വാട്ടർ ആൻഡ് പവർ കൺസംഷൻ ടോപ്പ് ലോഡിൽ കൂടുതലായിരിക്കും. ഫ്രണ്ട് ലോഡിലാണെങ്കിൽ സെയിം ക്വാണ്ടിറ്റി തുണിക്ക് ഹാഫ് ക്വാണ്ടിറ്റി വാട്ടർ യൂസ് ആവത്തുള്ളൂ. ടോപ്പ് ലോഡിൽ RPM 700 to 800 റേഞ്ചിൽ കാണും. പക്ഷെ ഫ്രണ്ട് ലോഡിലാണെങ്കിൽ 1200 to 1400 RPM റേഞ്ചിൽ കാണും. ടോപ്പ് ലോഡിൽ വാഷ് പ്രോഗ്രാംസ്, നമ്പർ ഓഫ് സൈക്കിൾസ് ഒക്കെ കുറവായിരിക്കും. പക്ഷെ ഫ്രണ്ട് ലോഡിലാണെങ്കിൽ ഡിഫറെന്റ് മോഡ്സിൽ ക്ലോത്ത്സിന് ഡിഫറെന്റ് ടൈപ്സിൽ വാഷ് ചെയ്യാം. ഇനി ടോപ്പ് ലോഡിൽ ഹയസ്റ്റ് കപ്പാസിറ്റി നോക്കിയാ 11 kgs to 12 kgs വരെ കാണും. അതേ ഫ്രണ്ട് ലോഡിലാണെങ്കിൽ 14 kgs വരെ കാണും. പിന്നെ ടോപ്പ് ലോഡിൽ മെയിന്റെനൻസ് കുറവായിരിക്കും. ഫ്രണ്ട് ലോഡിൽ മെയിന്റെനൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. ആര്യ, ഇനിയൊന്ന്, വാഷിംഗ് മെഷീന്റെ സൗണ്ട് കാരണം ഒത്തിരി ഡിസ്റ്റർബൻസ് വരും. അങ്ങനത്തെ വൈബ്രേഷൻ ആൻഡ് സൗണ്ട് വരാതെ പവർ ബില്ലും കുറയണമെങ്കിൽ എങ്ങനത്തെ വാഷിംഗ് മെഷീൻ മേടിക്കണം? സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നോയ്സ്, വൈബ്രേഷൻ, പവർ കൺസംഷൻ ഇതെല്ലാം മോട്ടോഴ്സിൽ ഡിപ്പെൻഡ് ആയിരിക്കും. ഈ മോട്ടോഴ്സിനെ കുറിച്ച് പേഷ്യൻസോടെ കേട്ട വാഷിംഗ് പേഷ്യൻസിനെ പറ്റി ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി വരും. ശരി, പറ. ഇപ്പോ മാർക്കറ്റിൽ 2 types ഓഫ് മോട്ടോർ ടെക്നോളജീസ് ഉണ്ട്. ഒന്ന് ബെൽറ്റ് ഡ്രൈവ്, ഇനിയൊന്ന് ഡയറക്ട് ഡ്രൈവ്. പ്രസന്റ് വാഷിംഗ് മെഷീൻസ് എല്ലാം ഈ മോട്ടോഴ്സ് കൊണ്ടാണ് വരുന്നത്. നിക്ക്, ഈ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഡയറക്ട് ഡ്രൈവ് ഇതെല്ലാം എന്താ? ബെൽറ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഡ്രം ആൻഡ് മോട്ടറിന്റെ നടുക്ക് ബെൽറ്റ് പുല്ലിംഗ് മെക്കാനിസം കാണും. ഡയറക്ട് ഡ്രൈവിലാണെങ്കിൽ മോട്ടർ ഡയറക്റ്റ് ആയിട്ട് ഡ്രമ്മിന് അറ്റാച്ച് ആയിരിക്കും.
ഇത് കാരണം ബെൽറ്റ് ഡ്രൈവ് ആയിട്ട് കമ്പയർ ചെയ്ത നോയിസ് ആൻഡ് വൈബ്രേഷൻ കുറവായിരിക്കും. പക്ഷേ ഇതിൽ മൈനസ് എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മോട്ടോർ കേടായ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ പൈസ കുറച്ച് കൂടുതലാവും. അങ്ങനെ തന്നെ ഈ ഡയറക്ട് ഡ്രൈവിന് only 2 ബ്രാൻഡ്സ് മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഒന്ന് LG, ഇനിയൊന്ന് ഹയർ. ഈ ബെൽറ്റ് ആൻഡ് ഡയറക്ട് ഡ്രൈവ് ടെക്നോളജീസ് യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഡിഫറെന്റ് മോട്ടോഴ്സ് റൺ ആവുന്നുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇൻവെർട്ടർ BLDC മോട്ടോഴ്സിനെ യൂസ് ചെയ്യുക. പക്ഷേ ഇൻവെർട്ടർ BLDCന്റെ മെയിൻ യൂസ് കേസ് എന്തുവാ? പഴയ വാഷിംഗ് മെഷീൻസിലാണെങ്കിൽ ഒരു കർച്ചീഫ് അല്ലെങ്കിൽ അധികം തുണി ഇട്ടാലും ഒരേപോലാണ് വർക്ക് ആവുന്നത്. പക്ഷെ ഈ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള മോട്ടോഴ്സിൽ നമ്മൾ ഇടുന്ന ക്ലോത്ത്സിന്റെ ലോഡ് അനുസരിച്ച് മോട്ടോർ സ്പീഡ് അഡ്ജസ്റ്റ് ആവും. സോ അത് കാരണം കറണ്ട് ബില്ലും കുറവ് വരും. സോ ബഡ്ജറ്റിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവണമെങ്കിൽ ഇൻവെർട്ടർ മോഡലുള്ള വാഷിംഗ് മെഷീൻ മേടിക്കുന്നതല്ലേ നല്ലത്? ആണ്. ഇപ്പൊ മോസ്റ്റ്ലി 80% ഓഫ് ദ പീപ്പിൾ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ളതാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ യൂസേജിനനുസരിച്ച് ഏത് മോഡൽ സെറ്റ് ആവുമെന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് മേടിക്കുക. നിങ്ങൾക്ക് ബഡ്ജറ്റിൽ എഫിഷ്യന്റ് ആയിട്ട് വേണമെങ്കിൽ ഇൻവെർട്ടർ മോഡൽ, ആ എഫിഷ്യൻസിന്റെ കൂടെ നോയിസ് ആൻഡ് വൈബ്രേഷൻ കുറച്ച് വരണമെങ്കിൽ ഡയറക്ട് ഡ്രൈവ് മോഡൽ മേടിക്കണം. ഈ ഇൻവെർട്ടർ മോഡൽസിൽ സാംസങ്, LG, IFB, ബോഷ്, വേൾപൂൾ ബ്രാൻഡ്സിൽ വാഷിംഗ് മെഷീൻസ് കൊള്ളാം. സാംസങ് ഓർ LGയിലാണെങ്കിൽ മാക്സിമം എല്ലാ ഏരിയാസിലും സർവീസ് അവൈലബിലിറ്റി ഉണ്ട്. സോ അതിനെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഈ വാഷിംഗ് മെഷീന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആര്യ, ഈ ഇടയ്ക്ക് ഞാൻ ഇനിയൊന്ന് ഒബ്സർവ് ചെയ്തു. വാഷിംഗ് മെഷീനിൽ സ്കെയിലിംഗ് പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്റെ തുണിയെല്ലാം വൈറ്റ് ആയിട്ട് ആവുക. അങ്ങനെ വിട്ട ക്ലോത്ത്സ് എന്തുവാ ഈവൻ വാഷിംഗ് മെഷീൻ തന്നെ പനലാവും. ഇത് മെയിൻ ആയിട്ട് ഹാർഡ് വാട്ടർ പ്രോബ്ലം അല്ലെങ്കിൽ വാഷിംഗ് മെഷീനെ നേരെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് വരുന്നത്. ആണോ? ഇപ്പൊ അതിന് സൊല്യൂഷൻ എന്തുവാ? ഈ ഇടയ്ക്ക് വാഷിംഗ് മെഷീൻസിൽ തന്നെ ചില ബ്രാൻഡ്സ് വാട്ടർ സോഫ്റ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്ര അക്യൂറേറ്റ് ആയിട്ട് വർക്ക് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. സോ എന്റെ സജഷൻ എന്തോന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ട് വാട്ടർ സോഫ്റ്റ്നറിനെ ആഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതിനെ സിമ്പിൾ ആയിട്ട് ടാപ്പ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ഇൻലോട്ടിലോട്ട് കണക്ട് ചെയ്യണം. ആൻഡ് ഇത് ഓൺലൈനിൽ അറൌണ്ട് 600 റുപ്പീസിൽ തന്നെ വരും. അങ്ങനെ തന്നെ 2-3 മന്ത്സിന് ഒരു പ്രാവശ്യം വാഷിംഗ് മെഷീനെ ഡീസ്കെലർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഈ രണ്ടിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനിയൊരു ഡൗട്ട്, നമ്മൾ വീട്ടിൽ താമസിക്കുന്നതൊന്നും കുഴപ്പമില്ല. അതെ, അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുന്നവർക്ക് സ്പേസ് തികയത്തില്ല, ഇനി വെയിൽ അധികം വരത്തില്ല, ഇനി റെയിനി സീസണിൽ അവർക്ക് ക്ലോത്ത്സ് ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ആവണമെങ്കിൽ ഏത് മോഡൽ മേടിക്കണം? നോർമൽ വാഷിംഗ് മെഷീൻ 60 to 70% മാത്രമേ ക്ലോത്ത്സിനെ ഡ്രൈ ചെയ്യൂ. നിങ്ങൾക്ക് ഒരു പക്ഷെ 100% ഡ്രൈ ചെയ്യണമെങ്കിൽ വാഷർ പ്ലസ് ഡ്രയർ 2-in-1 കോമ്പിനേഷനിലുള്ളത് മേടിക്കണം. അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര വരും? ഇത് അറൌണ്ട് 55Kയിൽ തന്നെ കിട്ടും. പക്ഷെ ഇതിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്ത്സ് ഡ്രൈ ആവാൻ 6 to 8 hours വരെ സമയമെടുക്കും. അപ്പൊ പവർ ബില്ല് കൂടും. ആണ്. നിങ്ങൾ ഒരു പക്ഷെ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുക, നിങ്ങൾക്ക് ഒത്തിരി ആവശ്യമുണ്ട്, യൂസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ചൂസ് ചെയ്യാവൂ. ഇനിയൊന്ന്, നമ്മൾ കടയിൽ പോകുമ്പോൾ സെയിൽസ്മാൻ 20 വാഷ് പ്രോഗ്രാംസ്, വൈഫൈ AI കൺട്രോൾ, ഇങ്ങനെ കുറെ വരും. അതൊക്കെ കാരണം യൂസ് എന്തുവാ? ബ്രാൻഡ്സ് പറയും 20 വാഷ് പ്രോഗ്രാംസ്, 30 വാഷ് പ്രോഗ്രാംസ്, ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാം, AI എന്നൊക്കെ. പക്ഷെ റിയാലിറ്റിയിൽ നോക്കിയാൽ നമ്മൾ ഡെയിലി 5 to 6 വാഷ് പ്രോഗ്രാംസേ യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് AI ആണെങ്കിൽ ലോഡ് സെൻസിങ്, മോട്ടോർ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ഫീച്ചേഴ്സ് എല്ലാം AI വരുന്നതിന് മുമ്പേ തൊട്ടുണ്ട്. സോ AI ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാഷ് ക്വാളിറ്റിയിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. സോ AI, വൈഫൈ ഇങ്ങനത്തെ എക്സ്ട്രാ പ്രോഗ്രാംസിന് വേണ്ടി പൈസ ചെലവാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇൻ കേസ് നിങ്ങൾക്ക് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യണം, ഒത്തിരി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോഡൽസിനെ ചൂസ് ചെയ്യാവൂ. പിന്നെ ബേബി ക്ലോത്ത്സ്, ബെഡ്ഷീറ്റ്സ് ഇതൊക്കെ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട് ലോഡ് മോഡൽസിലും ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഹീറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ബേബി വാഷ് പ്രോഗ്രാംസും ഉണ്ട്. അങ്ങനെ തന്നെ ടോപ്പ് ലോഡിൽ വേണമെങ്കിൽ ഇൻബിൽറ്റ് ഹീറ്റേഴ്സ് ഉള്ള മോഡൽസിൽ നോക്കി മേടിക്കാം. അതും LG, ഹയർ, IFB, വേൾപൂൾ ആൻഡ് ഗോദ്രേജ് ബ്രാൻഡ്സിൽ മാത്രമേ ടോപ്പ് മോഡൽസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ആണ്. ഇതിൽ വാറന്റി ആൻഡ് സർവീസസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ വരുന്ന മോസ്റ്റ്ലി എല്ലാ ബ്രാൻഡ്സിലും 10 to 20 years വരെ മോട്ടറിന്, 4 to 5 years വരെ പ്രോഡക്റ്റിന് വാറന്റി തരുന്നുണ്ട്. നമുക്ക് വാറന്റി ഒത്തിരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അധികം വാറന്റി ഉള്ള ബ്രാൻഡ്സിനെ ചൂസ് ചെയ്യണം. സാംസങ്, LG, വേൾപൂൾ ബ്രാൻഡ്സിൽ മോട്ടോഴ്സിന് അപ് ടു 20 years വരെ വാറന്റി തരുന്നുണ്ട്. അങ്ങനെ തന്നെ പാനസോണിക്, ഗോദ്രേജ്, ഹയർ ബ്രാൻഡ്സിൽ 12 years വരെ വാറന്റി തരുന്നുണ്ട്. ഇവിടെ വാറന്റി എല്ലാത്തിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ല വാഷിംഗ് മെഷീൻ മേടിച്ചാലും നമ്മുടെ ഏരിയാസിൽ ബ്രാൻഡ് സർവീസ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാവും. സോ നിങ്ങളുടെ ഏരിയാസിൽ ഏത് ബ്രാൻഡ് സർവീസ് നല്ലതായിട്ടുണ്ട്, ആര് ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ആവുമെന്ന് നോക്കിയിട്ട് മേടിക്കണം. ഇപ്പൊ എനിക്ക് വാഷിംഗ് മെഷീൻ പറ്റി ഫുൾ ക്ലാരിറ്റി വന്നു. സോ നിങ്ങളും വാഷിംഗ് മെഷീൻ മേടിക്കാൻ നോക്കുവാണെങ്കിൽ ആദ്യം ബഡ്ജറ്റിനെ അല്ലാതെ യൂസിനെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഫാമിലി സൈസിനനുസരിച്ച് കപ്പാസിറ്റി. ബഡ്ജറ്റിൽ വേണമെങ്കിൽ ടോപ്പ് ലോഡ് ബെറ്റർ ഓപ്ഷൻ ആണ്. ഇനി ബെറ്റർ വാഷ്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ലോഡ് മോഡൽ ഒരു നല്ല ഓപ്ഷൻ ആണ്. അല്ലാതെ നിങ്ങൾക്ക് നോയ്സ്, വൈബ്രേഷൻ ഇതൊക്കെ വേണ്ടെങ്കിൽ ഡയറക്ട് ഡ്രൈവ് മോഡലിനെ ചൂസ് ചെയ്യാം. സോ നിങ്ങൾ സ്റ്റിക്കേഴ്സ്, AI ഇതെല്ലാം നോക്കി കൺഫ്യൂസ് ആവാതെ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സിനെയും കൺസിഡർ ചെയ്ത് മേടിക്കുക.
ഞങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വാഷിംഗ് മെഷീന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഞാൻ എല്ലാത്തിനും പേഴ്സണൽ ആയിട്ട് റിപ്ലൈ തരാം. സോ ഇങ്ങനത്തെ ബൈയിങ് ഗൈഡ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.